കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള അധികാര തർക്കം സാമൂഹ്യ മാധ്യമങ്ങൾക്ക് പുറത്ത് പരസ്യമായി കൂടി രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി ജില്ലയായ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. നേരത്തെ എറണാകുളം DCC ഓഫീസിന് മുൻവശത്തും സമാനമായ നിലയിലേക്കുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് വന്നിരുന്നു. DCC ഓഫീസിന് എതിർവശത്തായിരുന്നു വി.ഡി. സതീശനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മൂവാറ്റുപുഴയിലും സമാനമായ രീതിയിൽ തന്നെ ഒരു ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ ഫ്ലെക്സ് ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമെന്ന് പറയുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ PR വർക്കാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തുന്നത്. ഈ PR വർക്ക് ഗുണം ചെയ്യില്ല തുടങ്ങിയ വാചകങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു ഫ്ലെക്സ് ബോർഡാണ് മൂവാറ്റുപുഴയിൽ സ്ഥാപിച്ചിട്ടുള്ളത്. സമാനമായ നിലയിലുള്ള മറ്റൊരു ഫ്ലെക്സ് ബോർഡ് കളമശ്ശേരി HMD ജംഗ്ഷനിലും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ആ നിലയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ നിലയിലേക്കുള്ള പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ പ്രധാനമായും ചെന്നിത്തലയെ അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന മറ്റ് നേതാക്കന്മാരെ പ്രകീർത്തിച്ചും വി.ഡി. സതീശനെതിരെയും അത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ ജില്ലയുടെ പല ഭാഗത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ ചിലയിടങ്ങളിൽ, അതായത് പറവൂരും അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയിലും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകളും ചിലർ സ്ഥാപിക്കപ്പെടുന്നുണ്ട്. പക്ഷേ DCC നേതൃത്വവുമായൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ ഫ്ലെക്സ് ബോർഡുകളൊന്നും തന്നെ പാർട്ടിയുടെ ഏതെങ്കിലും നേതൃത്വത്തിൻ്റെയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ അറിവോടെ സ്ഥാപിക്കുന്നതല്ല. ഈ ഫ്ലെക്സ് ബോർഡുകളുമായി പാർട്ടി നേതൃത്വത്തിന് ഔദ്യോഗികമായ ഏതെങ്കിലും നിലയിലുള്ള ബന്ധമില്ല. ഒരുപക്ഷെ മറ്റു പാർട്ടിക്കാരായിരിക്കും. ആരാണിത് സ്ഥാപിച്ചത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ അറിവൊന്നും ഏതായാലും നിലവിൽ പാർട്ടിയുടെ ഔദ്യോഗിക സംവിധാനങ്ങൾക്കൊന്നും തന്നെയില്ല. അപ്പോഴും നേരത്തെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ്, അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞ നിമിഷം മുതൽ തന്നെ, അന്ന് വൈകുന്നേരം മുതൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള ഒരു സൈബർ ഏറ്റുമുട്ടലായിരുന്നു കോൺഗ്രസിനുള്ളിലെ വിവിധ ഗ്രൂപ്പുകൾ തമ്മിൽ ആരംഭിച്ചത്. പ്രധാനമായും 3 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ്. അതായത് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, നിലവിലെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്നിവർക്ക് പിറകിലാണ് 3 അണികൾ തരംതിരിഞ്ഞ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള പരസ്പരമുള്ള വാഗ്വാദങ്ങളിലേക്കും മറ്റും കടന്നത്. അതാണിപ്പോൾ ഒരു പടി കൂടി കടന്ന് പരസ്യമായ ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തിയിട്ടുള്ളത്. ആ ഏറ്റുമുട്ടൽ ഏറ്റവും അധികം നടക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ ജില്ലയായ എറണാകുളത്ത് തന്നെയാണ്. DCC ഓഫീസിന് മുൻവശത്തായിരുന്നു കഴിഞ്ഞ ദിവസം ഫ്ലെക്സ് ബോർഡ് കണ്ടതെങ്കിൽ ഇപ്പോൾ ജില്ലയുടെ മറ്റു പല പ്രദേശങ്ങളിലും സമാനമായ നിലയിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ കാണുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി അധികാര തർക്കം ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് പുറത്ത് പരസ്യമായ രീതിയിൽ പോലും പ്രവർത്തകരും മറ്റും ഏറ്റുമുട്ടുന്ന നിലയിലേക്ക് പോലും മാറിയതിൽ മുതിർന്ന പല നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ കോൺഗ്രസിനുള്ളിലെ ഈ മുഖ്യമന്ത്രി തർക്കം സംബന്ധിച്ച ഒരു തർക്കം ആരംഭിക്കുന്നത് തന്നെ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെ ഒരു പ്രസ്താവനയിൽ നിന്നായിരുന്നു. ആ പ്രസ്താവനയാണ് ഇപ്പോൾ വലിയ തോതിലുള്ള ഒരു തർക്കങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. വരും ദിവസങ്ങളിലും, അതായത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുവാൻ ദിവസങ്ങൾ ബാക്കി നിൽക്കുമ്പോഴും കോൺഗ്രസിനുള്ള മുഖ്യമന്ത്രി കസേര തർക്കം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചയായി രാഷ്ട്രീയ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.